പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു നല്ല ഓണം ആഘോഷിച്ച ഒരു സന്തോഷത്തിൽ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഓർമ്മയിൽ സൂക്ഷിക്കാനായി തന്നെ മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാ സാന്നിധ്യത്തിൽ സന്തോഷപ്രദമായി തന്നെ ഒരു ഓണം ആഘോഷിക്കാൻ ഒരവസരം കൂടി ദൈവം തന്നതിന് ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും അങ്ങനെ ഒരവസരം സർവശക്തനായ ദൈവം തന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തോടെ, ആ ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹത്തോടെ ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയും ഒരു നന്ദി ഞാൻ ദൈവത്തോട് സമർപ്പിക്കുകയാണ്. അങ്ങനെ ഒരവസരം ഒരുക്കി തന്ന മഹാബലി തമ്പുരാനോടും നമുക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി പറയാം. ഇനി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതായത് ആക്ടിവിറ്റി എന്ന ഒരു വാക്കിന് എന്തെല്ലാം അർത്ഥങ്ങൾ ഉണ്ടാവോ അതെല്ലാം ആക്ടിവിറ്റിയിലൂടെ തന്നെ എന്ന വാക്കിലൂടെ തന്നെ പ്രയോഗിക്കാതെ അവസരോചിതമായും സന്ദർഭോചിതമായും പ്രയോഗിക്കേണ്ട വാക്കുകളാണ് ഞാൻ പറയുന്നത്. അടുത്തതായി ഞാൻ പറയുന്നത് ശക്തിയേറിയ ഊർജ്ജസ്വലമായ തികഞ്ഞ ശാരീരിക ശക്തിയുള്ള എന്നതിന് എന്നിങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ ശരിക്കും ശക്തിയമത്തായി തന്നെ ഉപയോഗിക്കേണ്ട ഒരു വാക്ക് വിഗറസ് എന്നാണ്. കാരണം ഇതിൻ്റെ ഈ അർത്ഥങ്ങളെല്ലാം നമ്മൾ പരിശ്രമിച്ച് നമ്മൾ തന്നെ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആക്റ്റീവ് എന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ ഹീസ് എ വിഗറസ് പേഴ്സൺ, ഹീ ഡീൽ ദ പ്രോബ്ലംസ് വിഗറസ്ലി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വാക്കിന് അതിൻ്റെ ശക്തിയും യുക്തിയും ഉണ്ടാവും എന്ന് നമ്മളെല്ലാം വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ ആ വാക്ക് നല്ല വാക്കാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തതായി നമുക്ക് പറയാം സമർത്ഥമായ, ആയാസകരമായ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ വരേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ സ്ട്രെനുവസ് എന്ന് ഉപയോഗിക്കാം. ഹീ ഈസ് എ സ്ട്രെനുവസ് പേഴ്സൺ. അതെ, അയാൾ ആയാസകരമായ പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. ഹീ ഡീൽ ദ പ്രോബ്ലം സ്ട്രെനുവസ്ലി എന്ന് ഉപയോഗിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ വലിയ പ്രശ്നമായാലും വളരെ ആയാസകരമായി തന്നെ അത് പരിഹരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ വാക്കിൻ്റെ ആ ഒരു ഗാംഭീര്യം കളയാതെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി തിരക്കേറിയ, വളരെ തിരക്കായി പ്രവർത്തിക്കുന്ന, ധാരാളം ജോലി തിരക്കുള്ള ഇങ്ങനെയെല്ലാമുള്ള വാക്കുകൾക്ക് നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബിസി എന്ന് പറയുന്നത്. അതുതന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ ഓരോരോ വാക്കുകളും സന്ദർഭോചിതമായി ഉപയോഗിക്കുമ്പോൾ അത് നമ്മളിൽ ഉണ്ടായിരിക്കണം. വാക്കുകളുടെ ഒരു കൂട്ടം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എടുത്ത് പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കി ഓരോരോ വാക്കുകൾ പഠിച്ചു വെക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോടെല്ലാം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറൊന്നുകൂടി ഇടാൻ ഒരവസരം ഒരു കുട്ടി ഒരുക്കി തന്നിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഞാനൊരു അമ്പലത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരമ്മയുടെ കൊച്ചുമകൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മുമ്മേ, എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരാമോ എന്ന്. അതായത് ഭൂഖണ്ഡം വലിപ്പം അനുസരിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. സത്യം പറയട്ടെ, ഭൂഖണ്ഡങ്ങൾ 7 ഉണ്ടെന്നും അതായത് എന്തൊക്കെയാണെന്നും എനിക്കറിയാം. പക്ഷേ അതിൻ്റെ വലിപ്പ ചെറുപ്പമനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞാൻ മറന്നുപോയി. പഠിച്ച കാര്യമാണ്, കുറേ കാലമായി പഠിച്ചിട്ട് അപ്പോൾ മറന്നുപോയി. ആ കുഞ്ഞുമോൻ്റെ അടുത്ത് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, മോൻ്റെ അമ്മൂമ്മയ്ക്ക് വീഡിയോ കാണുമ്പോൾ ഞാനത് ഇട്ട് കൊടുക്കാം, മോനത് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ സാമാന്യമായ ചില അറിവുകൾ നേടാൻ കുഞ്ഞുമക്കൾക്കും ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ ഒരു ജനറൽ നോളജും കൂടി രണ്ടെണ്ണം വീതം ഇടാമെന്നൊരു മോഹം എനിക്ക് തോന്നി. അതുകൊണ്ട് അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അതായത് ഭൂഖണ്ഡങ്ങൾ, കോണ്ടിനെൻറ്റ്സ് 7 എണ്ണമാണുള്ളത്. ഏഷ്യ, ഒന്നാമത്തേതായി ഏഷ്യ, രണ്ടാമത്തേത് ആഫ്രിക്ക, മൂന്നാമത്തേത് നോർത്ത് അമേരിക്ക, 4 സൗത്ത് അമേരിക്ക, 5 യൂറോപ്പ്, 6 ഓസ്ട്രേലിയ, 7
അന്റാർട്ടിക്ക എന്നിവയാണ് ഇവയെല്ലാം. അപ്പോൾ അതെല്ലാം വലിപ്പ ചെറുപ്പം അനുസരിച്ച് തന്നെയാണ് ഞാൻ വരിക്ക് പറഞ്ഞിരിക്കുന്നത്. അത് എന്നോട് ചോദിച്ച വിഷ്ണു എന്ന കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകം ഇതിടുന്നത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയാൻ പോവുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ. അത് എന്തൊക്കെയാണെന്ന് പറയാം. പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ. ഇതെല്ലാമാണ് നമ്മുടെ വലിപ്പ ചെറുപ്പമനുസരിച്ചുള്ള സമുദ്രങ്ങൾ. എല്ലാവർക്കും ആഗ്രഹമുള്ളവരെല്ലാം ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതുണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വരും. അത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമുക്കുണ്ടാവുന്ന ഒരറിവും ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തറിവായാലും ശരി, അതൊരിക്കലും ചെറുതാവുകയില്ല. ഓരോരോ സമയത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. നമ്മളിൽ അതുണ്ടാവുമ്പോൾ നമ്മൾ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. കുഞ്ഞുമക്കൾ ഇതെല്ലാം സ്വീകരിക്കണം. വിഷ്ണു എന്ന കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഇതിടുന്നത്. പക്ഷേ എല്ലാ കുഞ്ഞുമക്കളും ഇത് സ്വീകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഉപകാരപ്രദമാവും. എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഉപകാരപ്രദമാവും. അതുകൊണ്ട് കുറച്ച് ജനറൽ നോളജുകളും കൂടി ഞാൻ എൻ്റെ വീഡിയോടൊപ്പം ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി കഥയിലേക്ക് കടക്കാം. സ്വന്തം അമ്മയേക്കാൾ പരിലാളനയും സ്നേഹവും പരിഗണനയും അതിലേക്കാളുപരി വാത്സല്യവും നൽകിയ മറിയത്തിൻ്റെ അമ്മ സൈലാസിനെ സ്നേഹത്തോടെ ആകാശം പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചപ്പോൾ സൈലാസ് വല്ലാതെ പേടിച്ചുപോയി. അയാൾ വിഷമിച്ചുപോയി. എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാതങ്ങ് വാടിപ്പോയി. അയാൾ അശക്തനായി. ഇപ്പോൾ നമ്മളുടെ കുഞ്ഞുമക്കളെല്ലാം പറയുന്നൊരു ഭാഷയുണ്ട്, കിളിപോയെന്ന്. സത്യം അതല്ലേ? കിളിപോയി. സൈലാസിൻ്റെ കിളി എവിടെയോ പറന്നുപോയി. സൈലാസ് ഓടി അമ്മയുടെ അടുത്തേക്ക്, ഒന്നും അറിയാത്ത മട്ടിൽ ചാടി പിഴഞ്ഞെഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. കുറ്റഭാരമുണ്ട്, തെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊരു ബോധം മനസ്സിലുണ്ട്. ഇതെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചാടിപ്പിടച്ച് ഓടി അവിടെ വന്നു നിന്നു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അമ്മ ഒന്നും പറഞ്ഞില്ല. സ്നേഹത്തോടെ അടുത്ത് പിടിച്ച് നിർത്തി. എന്നിട്ട് ചോദിച്ചു, മറിയം എവിടെയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പുറത്തുണ്ട്, അവൾ പുറത്ത് കളിക്കുകയാണ് എന്ന് പറഞ്ഞു. അവിടെ പുറത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ കണ്ട കാര്യമാണ്. പക്ഷേ എങ്കിലും സൈലാസ് സ്വല്പം സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ അമ്മ മറിയത്തെ വിളിക്കാനൊന്നും ശ്രമിച്ചില്ല. അങ്ങനെ കുറച്ച് നേരം സൈലാസിനെ നോക്കി, സൈലാസിൻ്റെ മുഖഭാവം നോക്കി, എല്ലാം നോക്കി അമ്മ അവിടെ നിന്നപ്പോൾ സൈലാസിന് വല്ലാത്ത ജാള്യതയും വിഷമവും സങ്കടവും എന്തൊക്കെയോ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ നിശബ്ദനായി തലയും താഴ്ത്തി അവിടെ നിന്നു. ഇത്രയും ആയപ്പോൾ നമ്മുടെ മറിയ ഒന്നും അറിഞ്ഞില്ല. അമ്മ സൈലാസിനെ വിളിച്ചതുപോലും അവളുടെ കാതിൽ പതിച്ചതേയില്ല. അവളങ്ങനെ വല്ലാത്ത ആലസ്യത്തെ എങ്ങനെ കിടന്നു. പിന്നെ പെട്ടെന്ന് സൈലാസ് എഴുന്നേറ്റ് പോയത് എന്തേ എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ച് എന്തായാലും ചാടി എഴുന്നേറ്റു. അവളും ചാടി എഴുന്നേറ്റു. കുഞ്ഞിപ്പാവാടയെല്ലാം നല്ലതുപോലെ ആക്കി, മുടിയെല്ലാം ഒന്ന് നല്ല വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകാമെന്ന വിശ്വാസത്തിൽ അവിടെ നിന്നു. പക്ഷേ അവൾക്ക് കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവൾ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. നടക്കാനോ ഓടാനോ ഒന്നും അവൾക്ക് ഒരു ശക്തിയും ഒരു ബലവും കാലുകൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നി. എങ്കിലും അവൾ വളരെ സാവധാനം വേച്ച് നടച്ചെന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ സൈലാസ് ഒരു കുറ്റബോധത്തോടെ നിൽക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ സൈലാസിനെ നോക്കി, അമ്മയെ നോക്കി. അമ്മ അവളോടും ഒന്നും പറഞ്ഞതേയില്ല. സ്നേഹത്തോടെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് ചോദിച്ചു, നീ അവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ആ മകൾ പറഞ്ഞു, ഞാൻ മുറ്റത്ത് വെറുതെ നടക്കുകയായിരുന്നു എന്ന്. അമ്മേ, ഞാൻ മുറ്റത്ത് വെറുതെ നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ മനസ്സിൽ അമ്മ കണ്ട കാര്യം വല്ലാതെ അങ്ങ് വന്നു. അമ്മ മകളെ വല്ലാതെ അങ്ങ് നോക്കി. എൻ്റെ മകൾ ഒരുപാട് കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞതേയില്ല, എന്താണെന്ന് പോലും പറഞ്ഞില്ല. സത്യം പറയാൻ അവൾ ഒരു പ്രവണത പോലും കാണിച്ചില്ല എന്ന് ആ അമ്മ ചിന്തിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ മക്കളാണ് നമ്മളോട് എപ്പോഴും ഒരുപാട് കള്ളങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ അവരിലേക്ക് കൊടുത്ത ചില കാര്യങ്ങൾ അവരിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കൊച്ചുമക്കളെ വളർത്തുമ്പോൾ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു, ആരുടെയും കുറ്റമല്ല. ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന സമയത്ത്
എവിടെയെങ്കിലും ഒന്ന് തലമുട്ടി വല്ലാതങ്ങ് വേദനിച്ചാൽ ആ കുട്ടിയൊന്ന് വല്ലാതങ്ങ് കരയും. ആ വല്ലാതെ കരയുമ്പോൾ നമ്മളെല്ലാം ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്തിട്ട് മുട്ടിയ സ്ഥലം ഒന്ന് തടവി, എന്നിട്ട് ആ മേശക്കിട്ട് 2-3 അടി കൊടുക്കും. എന്തേ നീ എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോനെ വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞ് ആ മേശയിലാണ് ഇട്ട് അടി കൊടുക്കുന്നത്. ഞാനും ചെയ്ത കാര്യമാണ്, തെറ്റാണെന്നും കുറ്റമാണെന്നും ഒന്നുമല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മളെ മക്കളെ ആശ്വസിപ്പിക്കാനാണെങ്കിലും ആ കുഞ്ഞു മനസ്സിൽ ബോധമുണ്ടാവുകയാണ് മറ്റുള്ളവരിലേക്ക് പഴിചാരൻ. കുഞ്ഞവിടേക്ക് ഓടിച്ചെന്ന് സ്വയം ഇടിച്ചതാണ്. ആ ഇടിയുടെ ആഘാതത്തിലാണ് വേദനയുണ്ടായതും കുഞ്ഞ് നിലവിളിച്ചതും. അപ്പോൾ മോനെന്തേ അല്ലെങ്കിൽ മോളെന്തേ അവിടെ പോയി ഇടിച്ചത് എന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടാതെ നമ്മൾ ആ മേശയിലോ കസേരയിലോ ഇട്ട് വല്ലാതെ അടി കൊടുക്കും. അപ്പോൾ കുഞ്ഞിനാശ്വാസമാവും, കുഞ്ഞ് വേദനയിലും ഒന്ന് ചിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ കുഞ്ഞിലേക്ക് മറ്റുള്ളവരിലേക്ക് കുറ്റം പഴിചാരാനുള്ള ഒരു പ്രവണത വല്ലാതങ്ങ് നമ്മൾ വളർത്തുകയാണ്. എപ്പോഴും നമ്മൾ നമ്മളുടെ കുഞ്ഞുമക്കളെ വളർത്തുമ്പോൾ ശരിയേത് തെറ്റേത്, ശരിയെന്ന് പറയാനും ആണെന്ന് പറയാനും അല്ലെന്ന് പറയാനും അവരെ ധൈര്യത്തോടെ പഠിപ്പിക്കണം. അത് അവരുടെ വ്യക്തിത്വത്തിന് ഒരു വല്ലാത്ത മുതൽക്കൂട്ടായിരിക്കും എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കളെ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടെ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ ആശ്വസിപ്പിക്കാൻ അങ്ങനെയൊക്കെ വഴിയുള്ളൂ എന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ അതൊന്ന് പഠിച്ചു നോക്കണം. വരും തലമുറയെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവരിലേക്ക് പഴിചാരാൻ കുഞ്ഞുമക്കളെ ആദ്യം പഠിപ്പിക്കരുത്. ഞാനും പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, തെറ്റാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സത്യമായ കാര്യമാണ്. അതുകൊണ്ട് മറിയം അങ്ങനെ കള്ളം പറഞ്ഞു നിന്നപ്പോൾ അമ്മ വല്ലാതെ വിഷമിച്ചു. എങ്കിലും അമ്മ 2 പേരെയും ഒന്നും പറഞ്ഞില്ല, സ്നേഹത്തോടെ ചേർത്ത് നിർത്തി. എന്നിട്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അപ്പോൾ അവർക്ക് പതിവില്ലാത്ത ഈ ഉപദേശങ്ങൾ കേട്ടപ്പോൾ അവർക്ക് തോന്നി, എന്താണോ അമ്മ ഇങ്ങനെ പറയുന്നത്, നമ്മൾ ചെയ്ത പ്രവൃത്തി അമ്മ കണ്ടിട്ടുണ്ടാകുമോ എന്ന സംശയം മറിയത്തിലുമുണ്ടായി, ശൈലാസിലുമുണ്ടായി. പക്ഷേ 2 പേരും ഒന്നും മിണ്ടാതെ മൗനമായി അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആ അമ്മയെ നമ്മൾ വന്ദിക്കണം. കാരണം ഇത്രയും കണ്ടിട്ടും, വല്ലാത്തൊരു രംഗം കണ്ടിട്ടും അമ്മയ്ക്ക് യാതൊരു ദേഷ്യഭാവമോ പരിഭവഭാവമോ മക്കളോട് കാണിക്കാൻ പറ്റിയില്ല. അതാണ് അവരുടെ മഹത്വം, അതാണ് അവരുടെ സഹനശക്തി, അതാണ് അവരുടെ അവർ ജീവിച്ച ജീവിതത്തിലൂടെ അവർ നേടിയ ഒരു വലിയ കാര്യം. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ വല്ലാതെ ശാസിച്ചും ശിക്ഷിച്ചും അടിച്ചും ഇടിച്ചും നേരെയാക്കാൻ ശ്രമിക്കാതെ നല്ല ഉപദേശങ്ങൾ നൽകി സ്നേഹത്തോടെ വാത്സല്യത്തോടെ, സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ആ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി ഇവർ ഉപദേശിച്ചാൽ മാത്രമേ അവരെ നല്ല വഴിക്കാക്കാൻ പറ്റുകയുള്ളൂ എന്ന് അമ്മ തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ അമ്മ അവരെ 2 പേരെയും പിടിച്ചിരുത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി 2 പേർക്കും നല്ല ചൂടുള്ള ചായ കുടിക്കാൻ കൊണ്ടുകൊടുത്തു. അവർ 2 പേരും ആ ചായ അങ്ങനെ കുടിച്ച് ആസ്വദിച്ച്, ഇപ്പോൾ തെറ്റ് ചെയ്തതിൻ്റെതായ ഒരു വിഷമവും അവർക്കില്ല. കാര്യം തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോയതേ ഉള്ളൂ. 2 പേരും സ്നേഹത്തോടെ തന്നെ അവിടെ ഇരുന്നു, വർത്തമാനം പറഞ്ഞു, കളിചിരി തമാശകൾ പറഞ്ഞ് അമ്മയും ചേർന്നിരുന്നു. എല്ലാം അവരെ അവിടെ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ കഥാകൃത്ത് നമുക്കൊരു ഉപദേശം തരുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒരു അപകടാവസ്ഥയിലാവുമ്പോൾ നമ്മൾ നമ്മളുടെ ചലനത്തെയും നമ്മളുടെ വാക്കുകളെയും മനസ്സിനെയും നിയന്ത്രിക്കണം. അതായത് വെൻ യു ആർ ഇൻ ഡേഞ്ചർ, മൈൻഡ് യുവർ തോട്ട്സ് ആൻഡ് മൈൻഡ് യുവർ മോഷൻ. അതെ, അപകടത്തിൽ പെടുമ്പോൾ എടുത്ത് ചാടി പെട്ടെന്ന് ഒന്നും ചെയ്യരുത്. കുറച്ച് നേരം ആലോചിച്ച് ചിന്തിച്ച് ചലനത്തെ നിയന്ത്രിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതാ കഥാകൃത്ത് നമ്മളിലേക്ക് എത്തിച്ച വലിയ ഒരു ഉപദേശമാണ്. ആ ഉപദേശം എല്ലാവരും വിശ്വസിക്കണം. കാരണം അത് നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.